ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അതായത് യൂട്യൂബിൽ എങ്ങനെ SEO ക്രിയേറ്റ് ചെയ്യാം, ചാനൽ ഒപ്റ്റിമൈസ് ചെയ്യാം, അങ്ങനെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയ ചാനലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യൂട്യൂബിൻ്റെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് വേണം. അതിലൂടെ നിങ്ങൾ പോയി യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചാനൽ കസ്റ്റമൈസ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ കസ്റ്റമൈസേഷനിലേക്ക് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ പോയി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം. സോ ആദ്യം തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗോ ആണ്. ലൈക്ക് ഞാനിവിടെ ചെയ്യുന്നത് എൻ്റെ ഒരു സിഗ്നേച്ചർ ആയിട്ടാണ് എൻ്റെ ലോഗോ ഇടുന്നത്. പക്ഷെ ചിലവരുടെ ഫേസ് ലോഗോ ഇടുന്നത്, അതായത് അവരുടെ ആ ചാനലിലൂടെ അറിയപ്പെടേണ്ടത് അവരുടെ ഫേസിലൂടെ ആണെന്നുണ്ടെങ്കിൽ ആ ഫേസ് അപ്ലോഡ് ചെയ്യുക. സോ ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാനർ സെറ്റ് ചെയ്യണം. സോ ബാനർ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. കാരണം അത് കറക്റ്റ് സൈസ് വേണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫ്രീ ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് പിക്ചറാണ് വേണ്ടത് ആ പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ചാനലിൻ്റെ ബാനർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു പക്ഷിയുടെ ഫോട്ടോ ആണ്. നിങ്ങൾക്കത് കാണാം. ടി വിയിൽ കാണുന്ന ഒരു വ്യൂ, ഡെസ്ക്ടോപ്പിൽ കാണുന്നതിന് ഒരു വ്യൂ, അതേപോലെ മൊബൈലിൽ കാണുന്നതിന് ഒരു വ്യൂ. അത് മൂന്ന് ഡിഫറെൻറ്റ് വ്യൂസിലേക്ക് അത് കറക്റ്റായിട്ട് സെറ്റ് ആവും. സോ ഇവിടെ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും ഞാൻ പിന്നീട് ഇടുന്നത്. ഇപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഈ ഒരു ഫ്രെയിം ഇടുന്നു എന്ന് മാത്രം. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാനർ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വാട്ടർമാർക്ക്, ഈ വാട്ടർമാർക്കിനും ഒരു പിക്ചർ സൈസിങ് ഉണ്ട്. ആ കറക്റ്റ് ആയിട്ടുള്ള സൈസിങ് നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റയർ വീഡിയോയിൽ ഈ ഒരു വാട്ടർമാർക്ക് കൊടുക്കുന്ന രീതിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ ഏറ്റവും താഴെ റൈറ്റ് കോർണർ സൈഡിൽ ഈ ഒരു വാട്ടർമാർക്ക് കാണാം. സോ അവിടെ നമ്മൾ മൗസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സബ്സ്ക്രിപ്ഷൻ്റെ ഒരു ആനിമേഷൻ വരും. അവിടെ നിന്ന് നിങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങളുടെ ചാനലിലേക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇൻഫോയിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ മസ്റ്റായിട്ട് കൊടുക്കണം. അതായത് നിങ്ങളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങളിവിടെ കൊടുത്തേ മതിയാവും. കാരണം യൂട്യൂബിന് മനസ്സിലാവില്ല നിങ്ങൾ എന്ത് ചാനലാണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ കണ്ടന്റ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കൊടുക്കണം. സോ ബേസിക് ഇൻഫോ. അപ്പോൾ ഇതിൽ തന്നെ താഴെ നിങ്ങൾക്ക് ലിങ്ക്സിലേക്ക് പോവാം. ലിങ്ക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, അങ്ങനെ വേണ്ട വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടോ ആ പ്ലാറ്റ്ഫോം ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. സോ ഈ ലിങ്ക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാനറിൽ, നേരത്തെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പക്ഷിയുടെ ബാനറിൽ നിങ്ങളുടെ ഈ പറയുന്ന ലിങ്ക്സ് കാണിക്കും. സോ ഇത് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ലിങ്ക് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് ഫേസ്ബുക്കിൻ്റെ ഒരു ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് ചാനലായ AKM പിക്സൽസ് എന്ന് പറയുന്ന ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റും ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിൽ കാണുന്ന പോലെ എന്താ പറയുക, ചാനൽ ടൈറ്റിൽ ഇൻസ്റ്റാഗ്രാം, അതിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക്, അതിൻ്റെ ലിങ്ക് വെബ്സൈറ്റ്, അതിൻ്റെ ലിങ്ക്, അങ്ങനെ നമ്മൾ കൊടുക്കുക. പിന്നെ ഈ കാണുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ലിങ്കാണ് നിങ്ങളുടെ ബാനറിൽ കാണിക്കേണ്ടത്, ആദ്യത്തെ 5 എണ്ണം വേണോ. സോ ആ ഒരു ഓപ്ഷൻ നമുക്ക്, ഇപ്പം എനിക്ക് 4 എണ്ണം ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 4 എണ്ണം ഫസ്റ്റ് 4 ലിങ്ക്സ് എന്ന് പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളൊരു ബിസിനസ് രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ചാനൽ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ഈ തുടങ്ങുന്ന ഈ ഒരു ചാനൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം എന്നുള്ള ഒരു തിയറി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുത്തേക്കുന്നു. സോ ഇപ്പോൾ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഞാൻ ഒന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഇത് പബ്ലിഷ് ചെയ്തു, സേവ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ചാനലിലേക്ക് പോകുമ്പോൾ ഇതായിരിക്കും എൻ്റെ ചാനലിലെ വ്യൂ. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ മുകളിൽ ബാനർ വന്നു, എൻ്റെ ലോഗോ വന്നു, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വന്നു. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് കാണാം. പിന്നെ അടിയിൽ നിങ്ങൾക്ക് കാണുന്നത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ ലിങ്കാണ്. ഇവിടെ കാണുന്നത് പോലെ ഈ ബാനറിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാക്റ്റ് എന്താണ് നിങ്ങൾ ലിങ്ക് കൊടുത്തത് ആ ലിങ്കിലേക്ക് റീഡയറക്റ്റ് ചെയ്യും ഫേസ്ബുക്ക് പേജിൽ നിന്ന്.
യൂട്യൂബ് പേജിൽ നിന്ന് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യും. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ ചാനലിലേക്ക് വരുന്ന ഒരാൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നിങ്ങളുടെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പക്ഷെ ബാനർ സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ലോഗോ സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ചാനൽ എന്താണെന്നുള്ളത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുക ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനിലൂടെ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ ചാനലിൽ വരുമ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നിങ്ങളുടെ ചാനൽ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ആ മനസ്സിലാവുന്ന ചാനലിലേക്ക് അത് പോയി കറക്റ്റായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ചാനൽ വാച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ഇനി അടുത്ത ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൻ്റെ സെറ്റിങ്സ് ആണ്. അതായത് നമ്മളിതിൻ്റെ SEO സെറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സെറ്റിങ്സിൽ പോവുക, ജനറലിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡോളർ സൈൻ ആണ് കാണിക്കുന്നത്. സോ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജനറലിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, കറൻസി ഡോളറിൽ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ചാനൽ സെറ്റിങ്സിൽ പോവുക. ചാനൽ സെറ്റിങ്സിൽ ബേസിക് ഇൻഫോയിൽ നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണ്, ഇന്ത്യ ആണ്. ഞാൻ ഇന്ത്യയിലാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചാനലിൻ്റെ ടാഗ്സ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളത്. സോ ചാനലിൻ്റെ ടാഗ്സ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് എൻ്റെ ചാനൽ എന്താണ്, യൂട്യൂബിൻ്റെ ടിപ്സാണ്, SEO ഒപ്റ്റിമൈസേഷൻ ആണ്, ഞാനൊരു വ്ലോഗറാണ്, എൻ്റെ പേരുണ്ട്, യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ്, യൂട്യൂബ് ഹെൽപ്പ്, യൂട്യൂബ് സപ്പോർട്ട്, അങ്ങനെ നിങ്ങളുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സ്, സെർച്ച് ടാഗ്സ് ആണ് നിങ്ങളിവിടെ ആഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര്, എൻ്റെ ചാനലിൻ്റെ പേര് യൂട്യൂബ് ടിപ്സ് വിത്ത് AKM എന്നുള്ള എൻ്റെ ചാനലിൻ്റെ പേര് ഈ സെർച്ച് ടാഗിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ആർക്ക് വേണമെങ്കിലും, ഇപ്പം ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെർച്ച് ചെയ്തിട്ട് അവർക്ക് എൻ്റെ ചാനൽ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ഇത് മസ്റ്റായിട്ടും ഈ സെർച്ച് ടാഗിൽ കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. പക്ഷേ നിങ്ങളത് കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഞാനിവിടെ ചെയ്യുന്ന അഡ്വാൻസ് സെറ്റിങ്സിൽ ഞാൻ ഈ സബ്സ്ക്രൈബർ കൗണ്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. കാരണം ഒരു ബിഗിനർക്ക് സബ്സ്ക്രൈബർ കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ആൾക്കാർക്കൊരു എന്താ പറയുക, വരുന്ന ആളുകൾക്ക് അത് ജസ്റ്റ് കാണുമ്പോൾ ഈ ചാനൽ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ല എന്നുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ചിലപ്പോൾ അവർ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇതിൽ വരുന്ന എലിജിബിലിറ്റി ഫീച്ചേഴ്സ് ആണ്. സോ എലിജിബിലിറ്റി ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് കാണാം ഡീഫോൾട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഉള്ള ഡീഫോൾട്ട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് വീഡിയോ അപ്ലോഡ്സ്, പ്ലേലിസ്റ്റ് ക്രിയേഷൻ, ആഡ് കൊളാബറേറ്റേഴ്സ് ടു പ്ലേലിസ്റ്റ് ആൻഡ് ആഡ് ന്യൂ വീഡിയോസ് ടു എക്സിസ്റ്റിംഗ് പ്ലേലിസ്റ്റ്. അങ്ങനെയുള്ള 4 ഓപ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി എനേബിൾഡ് ആണ്. ഇനി അടുത്ത ഒരു നോട്ട് എനേബിൾഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഫീച്ചർ അവർ റിലീസ് ചെയ്ത് തരത്തുള്ളൂ. സോ ഞാൻ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒരു OTP നമ്പർ എടുത്ത് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തു. സോ ഇനി ഈ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് ഞാൻ തിരിച്ച് എൻ്റെ പേജിൽ പോകുമ്പോൾ ഈ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വെരിഫൈ ചെയ്ത് റിഫ്രഷ് ആവും പേജ്. ഞാനൊന്നും ചെയ്തില്ല, അത് തന്നെ വന്നതാണ്. സോ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നു മുതൽ ഈ ഫീച്ചർ ചെയ്യുന്നതോടുകൂടി നമുക്ക് 15 മിനിറ്റിനും കൂടുതലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, കസ്റ്റം തമ്പനെയിൽ കൊടുക്കാം, ലൈവ് സ്ട്രീമിംഗ് പോവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടന്റ് ID ക്ലെയിംസ് ചെയ്യാം. സോ ഈ ഒരു 4 ഫീച്ചേഴ്സും കൂടി നിങ്ങളുടെ മൊബൈൽ വെരിഫിക്കേഷനിലൂടെ ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സെറ്റിങ്സിൽ പോവുക. അപ്പോൾ ഈ ചാനലിൽ നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി അപ്ലോഡ് ഫീച്ചേഴ്സ്, ഡീഫോൾട്ട് അപ്ലോഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇതിൽ കൊടുക്കുന്ന എന്താണോ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോ പ്രാവശ്യം നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആ ഒരു വിൻഡോയിൽ വരും. സോ നിങ്ങൾ അത് റിപ്പീറ്റഡ് ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് ഞാൻ ടൈറ്റിൽ ഞാൻ ഡീഫോൾട്ട് ആയിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കും. പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ ഇത് മാത്രമല്ല, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നേരത്തെ നിങ്ങളുടെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പ്ലസ് ഈ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഉള്ളതും കൂടി നല്ലതാണ്. പിന്നെ നമ്മൾ എപ്പോഴും വിസിബിലിറ്റി എന്താണ് നമുക്കത് ആ ഒരു നേരത്ത്, കാരണം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. അതിന് വേറെ കാരണങ്ങളുണ്ട്. അതാണ് ശരിക്കും ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ, ഷെഡ്യൂൾ ചെയ്തിട്ട് കാണും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാഗ്സ്, അതായത് നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടാഗ്സ് ആണ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിക്കൻ റെസിപ്പി എന്നാണ് ഈ ടാഗിൽ വരുന്നത്. ഇത് ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ
വരുന്ന ബേസിക് ഇൻഫോ, അതായത് ഓരോ പ്രാവശ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന ബേസിക് ആയിട്ടുള്ളത് നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് അതിൽ ഓരോ വീഡിയോയിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ടാഗായിട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ചെയ്ത ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. പിന്നെ വീണ്ടും അഡ്വാൻസ് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലൈസൻസ്, കാറ്റഗറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അത് ഓരോ വീഡിയോയിലും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാനതിപ്പോൾ കൊടുക്കുന്നില്ല. സോ ഈ ഒരു സെറ്റിങ്സും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അഡ്വാൻസ് സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഗപ്പി അക്വേറി എന്ന് പറഞ്ഞിട്ട് ഞാൻ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന നെക്സ്റ്റ് മെനുവിൽ ഓൾറെഡി ആ ഒരു ഫയൽ നെയിം കിട്ടും. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ബേസിക് ഡീറ്റെയിൽസ് വന്നു. ഇവിടെ എനിക്ക് അപ്ലോഡ് തംബ്നെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. പിന്നെ ഷോ മോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എൻ്റെ ടാഗ്സ്, ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ ടാഗ് ഇവിടെ വന്നു. സോ ഓരോ വീഡിയോയിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ നമുക്ക് തരും. നമുക്ക് റീടൈപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ പെർമിഷനാണ്. പെർമിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ മറ്റൊരാൾക്ക് പെർമിഷൻ കൊടുക്കുകയാണ് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പെർമിഷനിൽ തന്നെ ഒരുപാട് ലെവലുകളുണ്ട്. എൻ്റെ തന്നെ ഒരു ഇമെയിൽ അഡ്രസ് ആണ് ഞാൻ കൊടുക്കുന്നത്. സോ അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാനത് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ പോയി, എൻ്റെ ജിമെയിലിൽ പോയി ഈ ഒരു ഇൻവിറ്റേഷൻ അവിടെ വന്നെടുക്കണം. അവിടെ പോയി ഞാൻ എൻ്റെ ഈ ഒരു അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ചാനൽ എൻ്റെ ഐ ഡിയിൽ നിന്നും, അതായത് രണ്ടാമത്തെ ഐ ഡിയിൽ നിന്നും ഒരു മാനേജർ റോളിൽ എനിക്ക് കാണാം. സോ അത് കാണാൻ എഡിറ്റ് ചെയ്യാം, എനിക്ക് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാം. ചാനൽ മാത്രം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് മാനേജർ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ മാനേജർ ലെവലിലുള്ള ആൾക്ക് ചെയ്യാൻ പറ്റും. സോ അത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് കൊടുക്കാം. അല്ലാതെ നമ്മളെ തന്നെ വേറൊരു ഐ ഡിയിലേക്ക് നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം അഥവാ നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. പിന്നെ ഉള്ളത് കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി ഇപ്പോൾ തൽക്കാലം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പിന്നെ എന്നുള്ളത് ലൈവ് ചാറ്റിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാറ്റ് മെസ്സേജസ് ഓട്ടോമാറ്റിക്കായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എപ്പോഴും ഞാൻ ക്ലിക്ക് ചെയ്ത് വെക്കും. സോ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. പിന്നുള്ളത് എഗ്രിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തു, എൻ്റെ ചാനൽ ഞാൻ കസ്റ്റമൈസ് ചെയ്തു, ബാനർ കൊടുത്തു. ഇനി ഞാൻ എൻ്റെ ചാനലിലേക്ക് പോവുകയാണ്. സോ ഞാനിവിടെ ചാനൽ പോകുമ്പോൾ എൻ്റെ ബാനർ കറക്റ്റാണ്, എൻ്റെ സൈഡിലുള്ള ലിങ്ക്സ് കറക്റ്റാണ്, എൻ്റെ ലോഗോ കറക്റ്റാണ്, എൻ്റെ ചാനൽ പേര് കറക്റ്റായിട്ട് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി നില്ലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇതിൽ യാതൊരു ആക്ടിവിറ്റീസും ഇല്ല. ഇപ്പോൾ ആക്ടിവിറ്റി ഉള്ളൊരു ചാനൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് കാണാം. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഓരോ അപ്ലോഡിലും നിങ്ങളുടെ വീഡിയോ ഡിസ്കവറബിൾ ആവാൻ ചെയ്യേണ്ട ടിപ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 0 സബ്സ്ക്രൈബേഴ്സ്, 0 വാച്ചവേഴ്സ്. സോ ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ്. 1000 സബ്സ്ക്രൈബേഴ്സ്, അതായത് നിങ്ങളുടെ ചാനൽ തുടങ്ങി ഈ നിമിഷം വരെയുള്ള 1000 സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞ 365 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടണം. അതായത് 4000 വാച്ചവേഴ്സ് നിങ്ങൾക്ക് കിട്ടണം. സോ ഈ രണ്ട് എലിജിബിലിറ്റി നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് മോണിറ്റൈസ്ഡ്. സോ അതിൽ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോട്ടിഫൈ മീ വെൻ ഐ ആം എലിജിബിൾ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് ഈ ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇമെയിൽ അയക്കും, യുവർ ചാനൽ ഈസ് അപ്രൂവ്ഡ് ഫോർ മോണിറ്റൈസേഷൻ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വേറൊരു വീഡിയോയിൽ ഉള്ള കണ്ടന്റ് ആണത്. സോ ഇനി ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ യൂട്യൂബ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട ഒരുവിധം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ഇനി ഞാനൊരു ചാനൽ ഓൾറെഡി മോണിറ്റൈസ് ആയിട്ടുണ്ട്, രണ്ടാമത്തെ ചാനൽ മോണിറ്റൈസ് ആവാനായിട്ടുള്ള ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ്
ഞാൻ ചെയ്തിട്ടുള്ളതും എൻ്റെ മിസ്റ്റേക്സ്, എൻ്റെ ഔട്ട്കം നല്ല ഔട്ട്കം ആണെങ്കിൽ ആ നല്ല ഔട്ട്കം എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടുകൂടി തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒരു വേദി ഒരുക്കി തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.